ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലുള്ള ഒരേ ഒരു സംഭവമാണ് ഇന്ന് അമ്മ കൊണ്ടുവരുന്നത്. കാരണം ഈ സീസണിൽ ഈ സാധനം ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. മിക്ക വീടുകളിലും ഇത് തന്നെ ആയിരിക്കും. ആഴ്ചയിൽ 3 പ്രാവശ്യം അങ്ങനെ എല്ലാവരും ഉണ്ടായിക്കൊണ്ടുണ്ടാവുന്ന ഒരു സംശയമില്ല. കാരണം അതിൻ്റെ പേരാണ് ചക്ക. അപ്പൊ ഒന്ന് ചക്കയുടെ ഒരു കൂട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് നാളികേരം ജീരകം കൂടി അരച്ചതാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വറവിടാൻ ഉണക്കമുളക്, കടുക്, വെളുത്തുള്ളി, കറിവേപ്പില. ഓക്കെ, അപ്പോൾ നമുക്ക് ചക്ക ഇട്ടു. എന്തൊക്കെ പറഞ്ഞാലും ചക്കയുടെ സീസൺ കഴിയുന്നവരെ ചക്കപ്പഴം, ചക്കപ്പുഴുക്ക്, ഇവിടെ ആരും അധികം കഴിക്കാത്ത കാരണം ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കും. ഇടിച്ചക്ക ഉപ്പേരി അല്ലമ്മ. പിന്നെന്തൊക്കെയാണ്? ചക്ക വരട്ടിയത്. അങ്ങനെ എല്ലാ വീടുകളിലും ചക്കമയമായിരിക്കും. അപ്പൊ നമുക്കിതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മതി. ചക്കയ്ക്ക് അധികം എരിവൊന്നും പാടില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടി. ഓക്കെ, അത്ര മതി. പിന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഓക്കെ, ഇനി അതിന് വേവാൻ ആവശ്യമുള്ള വെള്ളം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചുണ്ടാക്കുള്ളൂ, കാരണം ഇവരാരും കഴിക്കില്ല, ഞാൻ മാത്രം കഴിക്കും. അപ്പം നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യാലോ. കുറച്ച് ഭാഷ കഴിച്ച് ആദ്യമൊക്കെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ കഴിക്കും, ഇങ്ങനെ കൂട്ടാനൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പം ഇത് വേവട്ടെ. പക്ഷെ അമ്പൂനാണെങ്കിലോ അത് എങ്ങനെ ഉണ്ടെങ്കിലും ഇഷ്ടമാണ്. എങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ കഴിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കുറേ ഉണ്ടാക്കിയത് ഇവിടെ കഴിക്കാനാണില്ല. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അതത് സീസണിൽ കിട്ടുന്ന ആ സംഭവങ്ങൾ നമുക്ക് എത്ര തന്നെ കിട്ടിയാലും അത് ആ സീസണ് നഷ്ടപ്പെട്ട പിന്നെ കിട്ടുന്നത് അടുത്ത സീസണിലായിരിക്കും. അതുകൊണ്ട് അത് കഴിക്കണം. ഈ സമയത്ത് ചക്ക കഴിക്കേണ്ട സമയത്ത് ചക്ക കഴിക്കണം, മാങ്ങ കഴിക്കേണ്ട സമയത്ത് മാങ്ങ കഴിക്കണം. ഈ രണ്ടും കിട്ടുന്നത് ഒരേ സമയത്താണെന്നുള്ളതാണ് എനിക്കൊരു വിഷമം. അല്ലേ? ചക്കയും മാങ്ങ ഒരുമിച്ചല്ലേ ഉണ്ടാവാറ്. പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി കാണിക്കാന്ന് വിചാരിക്കും, പക്ഷേ ഇവിടെ ആരും കൂട്ടില്ല, ഞാൻ മാത്രം. അപ്പൊ ഞാൻ എന്തായാലും 3-4 ഉണ്ടാക്കണം, ഒരു ദിവസം ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ അറിയാമ്മ, നമ്മുടെ അടുത്ത് ഉള്ളത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. എന്നുവെച്ചാൽ നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്വർണ്ണമോ പൈസയോ അതൊന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള സദ്ഗുണങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള പൊട്ട സ്വഭാവങ്ങൾ, ഇതൊന്നും സത്യം പറഞ്ഞാൽ എവിടെ ഉപേക്ഷിച്ച് പോവില്ല. നിങ്ങളൊരാൾക്ക് പൊട്ട ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് പൊട്ടയായിട്ട് തന്നെ സംഭവിക്കും. നിങ്ങളൊരാൾക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു രീതിയിൽ ആ നന്മ നിങ്ങൾ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് പ്രകൃതി നമുക്ക് തിരിച്ചു തരുമെന്ന് പറയുന്നത് സത്യമാണോ നുണയാണോ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം വരെ നമ്മൾ ചെയ്യുന്നത് ദുഷ്ടതരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇന്ന് കിട്ടിയില്ലെങ്കിലും നാളെ അത് ഉറപ്പായിട്ട് നമുക്ക് തിരിച്ച് കിട്ടില്ല. അതുപോലെ തന്നെ ചില വിശ്വാസങ്ങൾ, ഇപ്പോൾ ഒരു ദൈവത്തിനോട് അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുകയാണ്, ഇന്ന കാര്യം നടക്കണേ, ഇന്ന കാര്യം നടക്കാതെ നടന്നേ പറ്റൂ. കാരണം താത്കാലിക ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വിചാരിക്കും, ഇന്ന കാര്യം എനിക്ക് ഈ സമയത്ത് നടന്നേ പറ്റൂ. അത് നടന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ ഒരുപാട് ദോഷങ്ങൾ പറയും. എന്ത് ദൈവം, നമ്മൾ പോയ കാര്യം നടന്നില്ല, എത്രയോ ആൾക്കാർക്ക് ആ കാര്യങ്ങൾ നടക്കേണ്ടി വരും. പക്ഷെ ആ കാര്യം നമുക്ക് നടക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഓർക്കുന്നില്ല. ചിലപ്പോൾ ആ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വലിയൊരു നഷ്ടം ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവേണ്ടത് എപ്പോഴാണെന്നറിയോ, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കിട്ടാത്തൊരു സാധനം വേറൊരാൾക്ക് കിട്ടി. ഫോർ എക്സാമ്പിൾ ഒരു കടമാണെന്ന് വെച്ചോളൂ, ഒരു ലോൺ എടുക്കാൻ പോവുകയാണ്, കൊള്ള പലിശക്കില്ലാതെ ലോണാണ്. നമ്മൾ പോയി നമുക്കത് കിട്ടിയില്ല, വേറൊരാൾക്ക് കിട്ടി. അപ്പോൾ നമുക്ക് തോന്നും എനിക്ക് കിട്ടിയില്ലല്ലോ, അവന് കിട്ടിയല്ലോ എന്ന് തോന്നും. അങ്ങനെ അയാളത് അടയ്ക്കാൻ വേണ്ടി തലകുത്തി മറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അന്ന് നമുക്കത് കിട്ടാണ്ട് പോയത് എത്ര നല്ല കാര്യമായി എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് വിശ്വാസം. ദൈവം ആർക്ക് എന്ത് എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നുള്ള കറക്റ്റ് സമയത്ത് അത് മാത്രമേ കൊടുക്കുള്ളൂ. താങ്ങാൻ പറ്റാത്ത വെയിറ്റൊന്നും ഒരു ആളുടെ തലയിലും വെച്ച് കൊടുക്കില്ല. ഒരു വെയിറ്റ് ലിഫ്റ്ററോ ഒരു യൂണിയൻ പണിക്കാരനോ ഒരു ഭാരം എടുക്കുമ്പോൾ അയാൾക്ക് പറ്റുന്നതല്ലേ അയാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരാളുടെ തലയിൽ ഭാരം ഇട്ട് കൊടുക്കുമ്പോൾ ദൈവം അവർക്കത് ഏറ്റാൻ പറ്റുന്ന ചുമട്ട് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അല്ലേ? അപ്പോൾ ദൈവം നമ്മുടെ ചുറ്റും നമ്മൾ സംരക്ഷിച്ചുകൊണ്ടുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം.
ഇതിനെ ആസ്പദമാക്കി ഞാനൊരു കഥ പറയാം. ഇത്ര നേരം അമ്മ എന്തോ സീരിയസ് ആയിട്ട് ആരക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ എന്തൊക്കെ വിട്ടിത്തരായി പറയണത്, എൻ്റെ കുടുംബാംഗങ്ങൾ ഞാൻ എന്തൊക്കെ പറയാനാവോ, ഈ വിട്ടിനെ കൊണ്ട് ഞാൻ തോറ്റു എന്നുള്ളൊരു മനോഭാവമാണ് ഞാൻ ഇതുവരെ കണ്ടത്. ആണോ? അതല്ല. അപ്പം അമ്മ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഞാനൊരു കഥ പറയാം. ഇതെന്താ MGRന്റെ സിനിമയിൽ ബി സരോജേട്ട പോലത്തെ ഒരു നൈറ്റി അല്ല? ഇത് ഇട്ടിട്ടുണ്ട് പലവട്ടം. എനിക്ക് തന്നിട്ട് പോയതാ. അയ്യോ. അപ്പഴേ ഒരു ആള് പഠിച്ചിട്ട് കുറേ ഇങ്ങനെ ജോലിക്ക് വേണ്ടിയാണ്, നല്ല ദൈവവിശ്വാസമൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ പഠിച്ചിട്ടല്ല ദൈവവിശ്വാസത്തിൽ പാസ്സായതാണ്. ദൈവവിശ്വാസം ഉണ്ട്, പഠിച്ച് ജോലി കിട്ടുന്നില്ല. അപ്പൊ ആളിങ്ങനെ കുറേ നടന്ന് കുറേ കഴിയുമ്പോ എനിക്കൊരു ജോലി കിട്ടി. ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കും, എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അയാൾക്ക് നല്ല ജോലി തന്നെ കിട്ടി. അയാൾക്ക് ഇഷ്ടപ്പെട്ട മാഷ് ഒരു സ്കൂളിലെ ടീച്ചറായി ജോലി കിട്ടി. ടീച്ചറും മാഷൊക്കെ ഒന്ന് തന്നെ. അപ്പോൾ അമ്മയ്ക്ക് തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ, രണ്ടാണോ? ആയിക്കോട്ടെ. അപ്പോൾ ജോലി കിട്ടി. അതെന്താന്ന് പറഞ്ഞാൽ ആൾക്കാണ് ജോലി കിട്ടിയത്, ആളുടെ അപ്പനാണ് ജോലി കിട്ടിയത്. ആൾക്ക് തന്നെ ആ അപ്പന് ജോലി കിട്ടി പറഞ്ഞു. ഓ അങ്ങനെ ജോലി കിട്ടിയെന്ന്. അങ്ങനെയാണ് ജോലി കിട്ടി. ആ ജോലി വീടിന്ന് കുറച്ച് ദൂരാണ്. അല്ല പിന്നെ അല്ല വീട്ടിന്റെ മുറ്റത്ത് ജോലി കിട്ടാൻ എന്താ? അവിടെ വീട്ടിന്റെ മുറ്റത്ത് തെങ്ങ് വെച്ചിറക്കുക കുറച്ച് ദൂരം തന്നെയല്ലേ ജോലിയൊക്കെ ഉണ്ടാവുക? നമ്മുടെ നാട്ടിൽ തന്നെ അല്ലല്ലോ കിട്ടുക, വേറെ സ്ഥലത്ത് കിട്ടില്ലേ. ഓ അങ്ങനെ അങ്ങനെ കിട്ടി. അപ്പോൾ ആ സ്കൂളിന്റെ അടുത്തൊന്നും അവർക്ക് വീടും കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു, ഈ വീട്ടിൽ നിന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല. അപ്പൊ എവിടെയെങ്കിലും താമസിച്ചിട്ടൊക്കെ വേണം ജോലിക്ക് പോകാൻ. അപ്പൊ ആള് വിചാരിച്ചിട്ടുണ്ടാ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്കൂൾ തുടങ്ങാൻ വിചാരിച്ചു. അപ്പൊ എന്താ അറിയോ, ആള് വിചാരിച്ചു സ്കൂളിന്റെ അടുത്ത് കുറേ അന്വേഷിച്ചു. 1 കിലോമീറ്റർ ഒക്കെ ദൂരാണെങ്കിലും നടക്കാം, 2 കിലോമീറ്റർ ആണെങ്കിലും നടക്കാം, അതിൽ കൂടുതലാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ നോക്കി അമ്മയെ പോലെ ഏതൊരു മാഷ് കൂടുതൽ നടക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു, ആളിങ്ങനെ വളരെ ബുദ്ധിമുട്ടി. രാവിലെ പോയാൽ രാത്രി 10-11 മണിയൊക്കെ ആവും വീട്ടിലെത്താം. ഇനിയിപ്പോൾ അടുത്ത് വീട് കിട്ടിയിട്ടെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ പോയിട്ടുള്ള നല്ലതെന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇയാൾ ഇങ്ങനെ രാവിലെ അങ്ങോട്ട് പോയാൽ രാത്രിയൊക്കെ ആവില്ലേ വരാം. അപ്പൊ ആൾക്ക് എന്തായി അറിയോ, ആ സ്കൂളിൽ തന്നെ കിടക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഇത് അടച്ചു വെക്കട്ടെ, ഇതിന് പിടിക്കണമെന്നില്ല, അത് എന്തോട്ടെ. അതിനെന്തിനാ പതിലൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്? പണിയൊന്നുമില്ല നമുക്ക്. കാണിക്കാൻ ഞാൻ വിചാരിച്ചു എന്തോ സംഭവമാണ്. നല്ല കഥ. അപ്പൊ ആളങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു, ഇന്നാളെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തല മാന്തി, ഞാൻ ആ തലയിലേക്ക് കാണിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു തല മാന്തനൊക്കെ ഒരാൾ കാണിക്കാന്ന്. അതുപോലെ അപ്പോ ആളിങ്ങനെ ബസ്, അപ്പൊ ആകെ ഒരു ബസ്സാണുള്ളൂ. അത് ആ സമയത്ത് അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ ആ സ്കൂളിൽ വിദ്യാർത്ഥികളുണ്ടോ? അതെങ്ങനെ ഉണ്ടോ? വിദ്യാർത്ഥികൾ ഇല്ലാണ്ടാണ് ജോലി. വേറെ സ്കൂൾ നാട്ടിലല്ലേ, അവരുടെ നാട്ടിലേക്കുള്ള ബസ് ഇല്ലാന്നാ പറഞ്ഞു. മനസ്സിലായി. അപ്പൊ ഒരു ബസ്സാകുള്ളൂ. അതിൽ ഇറങ്ങി പിന്നെ അയാൾക്ക് 2-3 കിലോമീറ്റർ നടക്കണം. അപ്പൊ വീട്ടിലെത്തുമ്പോ ഒരുപാട് വൈകും. അപ്പൊ അയാളുടെ മനസ്സിലെത്തും. അപ്പൊ ഇടയ്ക്കൊക്കെ ഇയാളിന് ആരെങ്കിലും ഒരു പരിചയമുള്ള ആൾക്കാർ ആരെങ്കിലും കണ്ടിട്ട് വണ്ടി ബൈക്കിലൊക്കെ കൊണ്ടുപോയി വിടും ഇടയ്ക്കൊക്കെ കേട്ടോ. അപ്പൊ എപ്പോഴും ഇപ്പൊ ഒരാളാ വഴിക്ക് പോവോ? അപ്പൊ അങ്ങനെ ഇടയ്ക്ക് കൊണ്ടുപോയി വിടാറൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ആരെങ്കിലും ഒരു ലിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ. അപ്പോ ഇയാൾ വിചാരിക്കും, ഭഗവാനെ ഈ കഷ്ടപ്പാട് എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസയൊക്കെ മിച്ചം വരുത്തി ഒരു ബൈക്ക് മേടിക്കണം. അയാൾ ഒരു വണ്ടി മേടിച്ചു. ഭാഗ്യമായിട്ട് ബസ് മേടിക്കണം വിചാരിച്ചില്ലല്ലോ. അല്ല വണ്ടി ബൈക്ക്. ഓക്കെ. എടാ അയാൾക്ക് ജോലി കിട്ടിയിട്ടാണല്ലോ അപ്പോഴൊക്കെ അയാൾ ബസ് മേടിക്കണം എന്നൊക്കെ വിചാരിക്കുക. അയാൾ എന്താ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവന്? അല്ല സംശയങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. നീ അങ്ങനെ സംശയം ചോദിക്കണ്ട, നീ വലിയ സംശയം ചോദിക്കാൻ. അല്ല ആദ്യം ബസ്സിന്റെ അല്ലേ പറഞ്ഞു, ഞാൻ വിചാരിച്ചിട്ട് മാഷ് ബസ് മേടിച്ചോന്നു. അപ്പൊ അങ്ങനെ ഇയാള് ബൈക്ക് ഓടിച്ചപ്പോ ഇയാളുടെ മനസ്സിലെന്തോ കല്യാണം കഴിക്കാൻ തോന്നിയിട്ടുണ്ടാവും. മിണ്ടാണ്ടിരിക്കലോ. സാധാരണ ബൈക്ക് ഓടിച്ച പിള്ളേർക്ക് അങ്ങനെ തോന്നാറ്. അയാൾക്ക് എന്തോ അറിയോ, ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ ബസ്സൊക്കെ കയറി ഇങ്ങനെയൊക്കെ വന്നത്. അപ്പൊ എൻ്റെ ഈ വണ്ടിയിൽ ആരെങ്കിലും ഒരാൾക്ക് പോകുമ്പോഴും വരുമ്പോഴും എനിക്ക് ലിഫ്റ്റ് കൊടുക്കണം. എന്താന്ന് പറഞ്ഞാൽ അയാൾ ആ ബുദ്ധിമുട്ട് അറിഞ്ഞതാണല്ലോ. അപ്പൊ അതൊരു ഉപകാരമല്ലേ എന്ന് വിചാരിച്ച് ഇയാൾ അതിനു വേണ്ടി കാത്തിരിക്കും ആരെങ്കിലും ആ വഴിക്ക് ഉണ്ടോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ദിവസം ഒരാൾ അങ്ങോട്ടും കൊണ്ടുപോകും, വരുമ്പോഴും അതുപോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കൊണ്ടുവരും. ഒരു ഉപകാരം. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇയാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു മനുഷ്യനും ആ വഴിക്കില്ല. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കൂടി നോക്കട്ടെ, ആരെങ്കിലും പാവം വരികയാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാത്തു വെക്കുമ്പോൾ ഉണ്ടാവും ഒരാൾ വന്നു. അപ്പോൾ ഇന്നും ഒരാൾ വന്നല്ലോ, നല്ല
ഇതൊന്ന് നോക്കട്ടെ. ഇപ്പം ഞാൻ അങ്ങോട്ട് വരണ്ടേ? അപ്പോൾ പറയും എന്തിനാണ് നീ ഇളക്കുന്നത് കാണിക്കാൻ വരുന്നത്, എൻ്റെ വല്ല ആവശ്യമുണ്ടോ പറയും. വെന്തോന്ന് നോക്കണം. അവെന്തോന്ന് വായിലിട്ടല്ലേ നോക്കുക. വെന്തോന്ന് വായിലിട്ടല്ല, പിടിച്ച് നോക്കിയാൽ എനിക്കിത് ഒരുപാട് ഉടയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. എന്നാൽ ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. എന്നാൽ ഞാനത് കുറച്ച് നമ്മൾ കഴിക്കാൻ വരുന്ന സമയത്ത് അത് കുത്തി കുത്തി ഉടക്കുന്നുണ്ടാവും. ഉടക്കരുത്, എനിക്ക് ഉടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒരാൾ കയറി, സമാധാനം അയാൾക്ക്. എന്താ അറിയോ, ഒരാൾ കയറിയല്ല എൻ്റെ വണ്ടിയിൽ ആരും കയറാൻ വരുന്ന നിങ്ങൾക്ക് അതൊരു ഇതായി. എന്താണ് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം. ഇയാളുടെ അനുഭവം, ഇയാൾ പലവട്ടം പോകുമ്പോൾ അയ്യോ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിലോ, എനിക്കൊരു ലിഫ്റ്റ് തന്നിരുന്നു, അങ്ങനെ ഇയാളുടെ മനസ്സിലുള്ള തോന്നൽ പോലെ ആരെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് വരാൻ പറ്റില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നാണ് അയാൾ വിചാരിച്ചത്. അങ്ങനെ കയറി കുറച്ചു ദൂരം എത്തിയപ്പോഴേ ഒരു അവിടെ ഉണ്ടാവില്ല കുറച്ച് സ്ഥലം, ഇങ്ങനെ വിജനമായ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ആരും ആൾക്കാരൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലമൊക്കെ ഉണ്ടാവില്ലേ. അവിടെ എത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു വണ്ടി ഒന്ന് നിർത്തുക ചോദിച്ചു. ആ വണ്ടി ഒന്ന് നിർത്തുക പറഞ്ഞു. അപ്പോൾ വേഗം നിർത്തി. എന്താ ചോദിച്ചു. അല്ല ഒന്ന് നിർത്തുന്നു, നല്ല വാക്കാണ് പറഞ്ഞത്. അപ്പോൾ നിർത്തി കഴിഞ്ഞുകൊണ്ട് ആള് വേഗം ഒരു കത്തിരുന്ന് വണ്ടി വിട്ടിട്ട് പൊക്കോന്ന്. കള്ളൻ. കള്ളൻ, നീ വണ്ടി വിട്ടിട്ട് പൊക്കോ. അത് ശരി. അപ്പൊ ഇതൊരു എന്താപ്പത്. അപ്പൊ അയാൾ ഇറങ്ങിയിട്ട് പറയും, അതെ സുഹൃത്തെ എന്താപ്പത് കേൾക്കും. അതിനുവേണ്ടി ഞാൻ കയറിയതാണ്. അപ്പോൾ അത് ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞത് നീ കേൾക്കുമായിരിക്കും. എന്താണ്? ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. ലിഫ്റ്റ് കൊടുത്തു, അതിൽ ഒരാളിങ്ങനെ കത്തി കളിച്ചു, എന്നിട്ട് അതിൽ ഞാൻ വണ്ടി വിട്ടിട്ട് വന്നു, എൻ്റെ വണ്ടി പോയിന്ന് ഞാൻ ആരോടും പറയില്ല. അതുപോലെ നിങ്ങളും ഞാൻ ഈ വണ്ടി ഇന്ന ആളുടെ ഈ രീതിയിൽ തട്ടിപ്പറിച്ച് എടുത്തതാണെന്നും പറയാൻ പോണ്ടാട്ടോ. ആ ഒരു ഉപകാരം എനിക്ക് ചെയ്യണോ. എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു എത്രയോ ആൾക്കാർക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ട് ലിഫ്റ്റ് കൊടുത്തു. പക്ഷേ നിങ്ങൾ ഒരാൾ, എല്ലാ ആൾക്കാരും നല്ലവരായിരുന്നു, പക്ഷെ നിങ്ങൾ കള്ളനായതുകൊണ്ട് ഒരാൾ, ഇപ്പം ഞാൻ നൂற்றுകണക്കിന് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടല്ലേ ലിഫ്റ്റ് കൊടുത്തു, പക്ഷെ ഈ ഒരാളല്ലേ എന്നെ എങ്ങനെ ചെയ്തത്. അത് ഞാനല്ല, എന്നാണ് കൈകാണിക്കണം. നീ ഞാൻ പറഞ്ഞോ. അപ്പൊ ഒരാളല്ലേ എങ്ങനെ ചെയ്തത്. അപ്പൊ ഈ കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ മനുഷ്യൻ ഒരാളിനെ വണ്ടിയിൽ കേട്ടില്ല. അപ്പൊ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തത് ഇല്ലാണ്ടാവും. എൻ്റെ വണ്ടിയല്ലേ പോയത്, കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് പലരുടെ ഉപകാരം ഒന്നും നഷ്ടപ്പെടണ്ടെന്നും പറഞ്ഞിട്ട് ഇയാൾ നടന്നിട്ട് വീട്ടിലേക്ക് പോയി. അവിടെ പോയിട്ട് അയാൾ കിടന്നു തുടങ്ങി. എന്താ പറയുക, എന്താ ഭഗവാനെ, ആറ്റു തോറ്റ് ഞാൻ ബുദ്ധിമുട്ടിയൊരു വണ്ടി ഉണ്ടാക്കി, എന്നിട്ട് ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരം ചെയ്തു. ആവട്ടെ, എന്നാലും നീ എനിക്ക് ജോലി തന്നല്ലോ, അതെന്നെ വലിയ ഉപകാരം എന്ന് പറഞ്ഞ് ഭഗവാന് നന്ദി പറയാ. അതായത് ജോലി ഇല്ലാണ്ടാണെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നീ ജോലി തന്നില്ല, അപ്പൊ അതിന്റെ കൂടെ ഇത് ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറ്റമൊന്നും പറയുന്നില്ല, അത് എന്തോ അത് എന്റെ യോഗം എന്ന് പറഞ്ഞിട്ട് അയാള് അപ്പോ അങ്ങനെ ഉറങ്ങി. അപ്പോഴും അയാൾക്ക് വലിയ വിഷമമൊന്നുമില്ല. എന്തറിയും, എല്ലാം ദൈവത്തിന്റെ എന്തിനെങ്കിലും ഒരു നന്മയ്ക്കായി. നമുക്കാണെങ്കിൽ നമുക്ക് കിട്ടും, കിട്ടാത്താണെങ്കിൽ പോയി നമുക്ക് എനിക്കതിന് യോഗമില്ല പോയി എന്ന് പറഞ്ഞാൽ അയാള് നിശ്ചിന്തനായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നീട്ടിട്ട് അയാള് ഉമ്മറത്തെ വാതിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അയാളുടെ വണ്ടി അവിടെ നിൽക്കണു. ആ വണ്ടി അവിടെ നിൽക്കണു. അതിലൊരു ലെറ്ററും ഉണ്ട്. എന്നിട്ട് അതില് ലെറ്റർ വായിച്ചു വെക്കുമ്പോൾ എന്തറിയാം, സുഹൃത്തെ നിങ്ങളുടെ ഈ വണ്ടി നിങ്ങൾ തന്നെ എടുത്തോളൂ, ഇതുകൊണ്ട് എനിക്ക് യാതൊരു ഉപകാരമില്ല. കാരണം ഈ വണ്ടി എടുത്തിട്ട് ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ മാഷിന്റെ വണ്ടി എന്നാ നിങ്ങൾ ഓടിക്കണമെന്ന് ചോദിച്ചു. കുറച്ചു ദൂരം എത്തിയിട്ട് ഞാനൊരു വെള്ളം കുടിക്കാനൊരു കടയിൽ കയറിയപ്പോൾ പറയാം, മാഷിന്റെ വണ്ടിയല്ലേ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ കിട്ടി. കുറച്ചു ദൂരം എത്തി ഒരു ബേക്കറിയുടെ അവിടെ നിർത്തി എന്തോ മേടിക്കാൻ പോയപ്പോൾ, അല്ല ഇത് മാഷിന്റെ വണ്ടി ചോദിച്ചു. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറി മാഷിന്റെ വണ്ടിയല്ലേ. അവസാനം ഒരു പോലീസുകാരൻ ചോദിക്കുക, ഡോ ഇത് മാഷിന്റെ വണ്ടിയല്ലേ, തനിക്ക് എവിടെ കിട്ടിയെന്ന്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു, മാഷ് തന്നതാണെന്നോ എന്തോ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. അപ്പൊ മാഷിന് ഈ വണ്ടിനെ അറിയാത്തവരായി. ഇതിപ്പോ എന്താ അറിയോ, ഏതോ വലിയൊരു സിനിമ, ഫേമസ് സിനിമയില്ലേ, അയ്യോ ആ സിനിമ എല്ലാ ആളുടെ എന്ന് പറയില്ല, അതുപോലെയാണിത്. അതുകൊണ്ട് എനിക്ക് ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല, ഇതുകൊണ്ട് നാട് കടക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പൊ പിന്നെ ഇതുകൊണ്ട് ഞാൻ എവിടേക്ക് പോകാനാന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് നിങ്ങളുടെ വണ്ടി നിങ്ങളെന്നെ ഒറ്റ വെച്ചിട്ട് പോയി എഴുതിയിട്ട്. അപ്പൊ അതാണ് പറയുന്നത്, നമ്മള് ആർക്കെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതേ സംഭവിക്കൂ. അയാളുടെ ഉദ്ദേശം വളരെ നല്ലതായിരുന്നു. ഞാൻ ബുദ്ധിമുട്ടിയ പോലെ എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതൊരു നല്ല ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ,
എൻ്റെ വണ്ടി ഇങ്ങനെ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്തത് കൊണ്ട് ഒരാൾ കട്ട് കൊണ്ടുപോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ നാട്ടിൽ ഒരാളും വേറൊരാൾക്ക് ലിഫ്റ്റ് കൊടുത്തില്ല. അത് വണ്ടികളൊന്നും കുറവുള്ള കാലഘട്ടത്തിൻ്റെ ഒരു കഥയാണ് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു ഗ്രാമമാണ്, ഒരുപാട് കിലോമീറ്റർ നടന്നു പോകണം. എത്രയോ പേർക്ക് ഉപകാരം ചെയ്യുന്നത് മനുഷ്യനെങ്കിലും നിർത്തും. അപ്പോൾ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എനിക്ക് നഷ്ടമായത് നഷ്ടമായിക്കോട്ടെ, നന്മ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്താണ്, ആ മനുഷ്യൻ ചെയ്ത ചെറിയൊരു നന്മയാണ്. പക്ഷെ ആ നാട്ടിൽ ആ മനുഷ്യനെ അറിയാത്തതായി ഒരു വ്യക്തികളും ഇല്ല. എങ്ങനെയാണ് അറിയപ്പെട്ടത്? ആൾ ചെയ്യുന്ന നന്മയുടെ പേരിലാണ് അറിയപ്പെട്ടത്. അത് തിന്മയുടെ പേരിലും അറിയപ്പെടാം. തിന്മയുടെ പേരിൽ അറിയപ്പെടുമ്പോൾ ആരും വലിയ കാര്യമായിട്ടൊന്നും ഒരു കേടിയുടെ വണ്ടിയാണ് ഒരാൾ എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞാൽ എന്തായാലും പറയടാ ആ മഹാഭാവിയുടെ വണ്ടിയല്ലേ വന്നിട്ട് മാറും. ഇതായതുകൊണ്ട് ഓടി വന്ന് ചോദിച്ചു അല്ലേ? അവൻ്റെ ഏതോ ഒരു ശിങ്കിടി ആയിരിക്കുന്നത് വന്നിട്ട് പേടിച്ചിട്ട് മാറും. ഇത് അതിൻ്റെ പകരം ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഇടയ്ക്ക് മനസ്സിലായി ഇയാൾ ആരാണ് വ്യക്തി എന്നുള്ളത് അല്ലേ? അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ഒരു അതിർത്തി പോലും കടക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ അയാൾ ചെയ്ത നന്മകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം ആ വണ്ടി തിരിച്ചയാളുടെ കയ്യിലേക്ക് തന്നെ എത്തി. ജനം അയാളോട് വെച്ചിട്ടുള്ളൊരു പോപ്പുലാരിറ്റി, ജനങ്ങളുടെ ഇടയിൽ ആൾ ഉണ്ടാക്കിയെടുത്തൊരു പോപ്പുലാരിറ്റി ഉണ്ടായത് അല്ലേ? എന്നാൽ ആർക്കും ദോഷം വരാത്തൊരു നന്മയാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് നന്മ ചെയ്യോ അത് നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ ദൈവം നമുക്കൊരിക്കലും നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കില്ല. കാരണം എന്താ, ഇന്നലെ നമുക്ക് കുറച്ച് താമസമൊക്കെ പിടിക്കും. ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കാരണമുണ്ട്. ഇപ്പോൾ പരീക്ഷണങ്ങൾ ഭഗവാൻ ചിലപ്പോൾ നമ്മളെ ഒരുപാട് പരീക്ഷിക്കും. ഒരിക്കലും രജനികാന്ത് പറയുമ്പോൾ എന്താണ്, ഭഗവാൻ നമ്മളെ ഒരുപാട് പരീക്ഷിക്കും, പക്ഷെ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞില്ലേ ഏതൊരു സിനിമയില്? അതേപോലെ ഒരിക്കലും കൈവിടില്ല. പിന്നെ ഒരുപാട് എന്താ പറയാ, കെട്ടവർക്ക് ഒരുപാട് എല്ലാം കൊടുക്കും, പക്ഷെ ഒറ്റൊരു കൈവിടലായിരിക്കും. അതൊരു വല്ലാത്ത കൈവിടലായിരിക്കും. മനസ്സിലായോ? ഭാര്യക്കൊരു കൊടുക്കും, ഒറ്റ ഇടലായിരിക്കും താഴെ. അതുപോലെ നല്ലവർ. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താ അറിയോ, ഈ നല്ലവരെ ഈ ഭഗവാൻ ഇങ്ങനെ ഒരുപാട് പരീക്ഷിക്കും പറയണ്ടല്ലോ. ഭഗവാൻ എന്തിന്റെ ദുഷ്ടത്തരാണ്? ഒന്ന് നന്നായിട്ട് കൂടെ അവരെന്നെ, അതൊന്ന്. പിന്നെ ഈ കെട്ടവർക്ക് അള്ളി കൊടുക്കുന്ന നമ്മ പറഞ്ഞല്ലോ, അള്ളി കൊടുത്തിട്ട് ചാവറാവണ കാലത്ത് ബുദ്ധിമുട്ടിച്ചിട്ട് എന്താ അമ്മ കാര്യം? അതിലും കാര്യം ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ സംഭവിച്ചു. അപ്പോൾ നന്മയ്ക്കെന്നും അതിൻ്റെതായ ഫലമുണ്ട്. നമ്മൾ ചെയ്ത നന്മകൾ ഒരിക്കലും വെറുതെ ആവില്ല. അങ്ങനെ ചെയ്തത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു നന്ദിയായിരുന്നു. ആ ഗ്രാമത്തിൽ കൂടെ ടൗണിലേക്ക് പോണ സമയത്ത് ആരെങ്കിലും ഒരാൾ വരുമ്പോൾ അയാളുടെ ബസ് ചാർജ് പോകേണ്ട, നടന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ വണ്ടിയിൽ സ്ഥലം ഉള്ളത് കൊണ്ട് കയറ്റിക്കൊണ്ടായ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ആ മാഷിൻ്റെ നല്ല മനസ്സാണ് നമ്മളവിടെ കാണേണ്ടത്. അതുകൊണ്ട് മാത്രം ആ മാഷിൻ്റെ വണ്ടി തിരിച്ചു കിട്ടാൻ കാരണമായത് ആ പ്രശസ്തിയാണ്, ആ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു പോപ്പുലാരിറ്റിയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വിധിച്ചത് ഏത് കള്ളം കൊണ്ടുപോയാലും തിരിച്ചു കിട്ടുന്നതാണ്. വിധിക്കാത്തതാണെങ്കിൽ വെറുതെ നിൽക്കുമ്പോൾ മോളിന്നൊരു തേങ്ങ വീണിട്ട് പോയി പറയുമ്പോൾ അത് ദൈവം പറയും, അത് നിനക്ക് വേണ്ട, അത് നിനക്കുള്ളതായിരുന്നില്ല, അത് കൊണ്ട് നിനക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇന്ന് നിനക്കതൊരു ഉപകാരമായി തോന്നിയാലും നാളെ നിനക്കത് ബുദ്ധിമുട്ടാവുന്നുള്ളത് എന്താണെങ്കിലും ദൈവം നമുക്കത് തരില്ല. ദൈവത്തിന്റെ തീരുമാനം. മനസ്സിലായോ? അല്ലാണ്ട് അയ്യോ എനിക്ക് കിട്ടിയില്ല, നോക്ക് ആ ലോൺ അവർക്ക് കിട്ടി, അല്ലെങ്കിൽ നോക്ക് ഞാനൊരു കുറി കൂടി ഇപ്രാവശ്യം ഞാൻ വിളിക്കണം വിചാരിച്ചതാ, അത് എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ അതിന് വല്ല നഷ്ടം ഉണ്ടാവും ഈ പ്രാവശ്യം, അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ലാഭമായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. അത്രയും. അപ്പോൾ നമുക്ക് ഇത് മറുപടി എന്താ ചൂടാവ് പറഞ്ഞ ചൂടാവോ? ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ അമ്മ എണ്ണ കാണിക്കാൻ പറയും. എണ്ണ എന്തിനാ കാണിക്കണത്? അത് ചൂടാവണം സാധാരണ അല്ലേ പറയും. അത് പറയും ചിലപ്പോൾ കേട്ടോ. അമ്മ ചില സമയങ്ങളിൽ അമ്മ അത് ഇത്തിരി വേണച്ചിരി ഉറക്കിടുകയാണെന്നൊരു സംശയം എനിക്ക് ഇല്ലാണ്ടില്ല കേട്ടോ. അല്ലല്ല, അതിപ്പോൾ ആരും പറഞ്ഞിട്ടില്ല, അത് സംഭവിക്കല്ലോ. ഇതല്ല ഞാൻ പറയണത്, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ചില സമയങ്ങളിൽ അതെന്തോ ഉണ്ട് അതിൻ്റെ മാജിക്ക്. എന്നോട് എന്തോ ദേഷ്യം വന്നിട്ട് ചെയ്യണം ചില സമയത്ത്. അന്നെന്നാലും തുടക്കത്തിലെന്നെ പറഞ്ഞിട്ടുണ്ട്.
പോലെ അരച്ച് വെക്കുക. പക്ഷെ ഇത് നിങ്ങൾക്കില്ലേ വേണമെങ്കിൽ ഉടയ്ക്കാം. പക്ഷെ എനിക്കിത് ഉടയ്ക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉടയ്ക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അമ്മ ഇതൊക്കെ കഴിഞ്ഞ ഒരു മേക്കഴുകും കൂടെ ഉണ്ട് നമ്മുടെ അങ്ങോട്ട് പോയി വരുമ്പോൾ ഞാൻ അതൊക്കെ ഉടച്ചു വെച്ചിട്ടുണ്ടാവും. വേണ്ട എനിക്കിത് ഉടയുന്നത് ഇഷ്ടമല്ല. നന്നായി വെന്തുണ്ട്. അതെന്താ ഇഷ്ടമില്ലാത്തത് ഞാൻ നോക്കണല്ലോ. എനിക്ക് ഉടഞ്ഞ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കഴിക്കുക. അപ്പൊ നിങ്ങളിത് ഉടച്ചു. ഇപ്പൊ അമ്മക്ക് കുറേ വയസ്സാവില്ലേ? എല്ലാവരും ഇത് ഉടച്ചിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെയൊന്ന് കൂട്ടി നോക്കിട്ടോ നിങ്ങൾ. എനിക്ക് ഞാൻ പറയട്ടെ അവരോട്. അപ്പൊ ഈ എല്ലാവരും നിങ്ങൾ ഈ ഉടച്ചിങ്ങനെ നല്ല ഉടച്ചിട്ടല്ലേ കഴിക്കുക. അപ്പൊ നമുക്ക് എന്താ പല്ലില്ലേ? അപ്പൊ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അമ്മക്ക് ഇനി കുറെ വർഷം കൂടി കഴിയുമ്പോ ഈ പല്ലൊക്കെ പോലെ ഞം ഞമ്മെന്നാവില്ലേ? കേക്കോ ഈ പഞ്ചാമൃതം കഴിക്കുന്ന പോലൊക്കെ കഴിക്കണം തോന്നുന്ന സമയമില്ലേ? അപ്പൊ ഉടച്ച് കഴിക്കാൻ തോന്നുമ്പോ ഞാനത് ഉടച്ച് തരേണ്ടി വരുമോ? അപ്പൊ ഇപ്പൊ തന്നെ ഇടയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്താ അപ്പൊ അമ്മക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റില്ലേ? നല്ല ചൂടുള്ള കഞ്ഞി, കടുമാങ്ങ അച്ചാറ്, പിന്നെ ഇതും, പിന്നെ വേണമെങ്കിൽ ഒരു കൊണ്ടാട്ട മുളകായിക്കോട്ടെ, അതും കൂടി കൂട്ടിയൊരു ഉച്ചയ്ക്ക് ഒരു കഞ്ഞി കൂടി ഉണ്ട് എനിക്ക്. ഇവർക്ക് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ഈ മീനോ ഈ ചിക്കനോ എനിക്ക് ഇഷ്ടമല്ല കഴിക്കാൻ. അപ്പൊ എന്തെങ്കിലും ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ മീൻ വറുത്ത് കൊടുക്കുകയില്ല. മീൻ കുറച്ച് കറി ഇരിക്കുന്നുണ്ടല്ലോ, അപ്പത്തിന് ചാറും 2-3 മീനൊക്കെ ഉണ്ടായില്ല. അത് മീനൊന്നും ഇവർക്ക് വേണ്ട, ചാറ് മതി. അപ്പം മീൻ വറുത്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ ഇത് ഞാനൊന്ന് നോക്കടാ എന്ത് ഭംഗിയാണ് കാണാൻ തന്നെ. നോക്കട്ടെ അത് ശരി ചക്കയോ. അപ്പൊ ഇത് നിങ്ങൾ കണ്ടോ നന്നായി ഇതാ ഉടഞ്ഞ പോലെ വെന്തിട്ടുണ്ട്. പക്ഷെ അത് ഉടയ്ക്കാണ്ടൊന്ന് ഇതേപോലെ വെച്ച് നോക്കൂ കേട്ടോ. നല്ല വെളുത്തുള്ളിയും കടുകും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ടങ്ങോട്ട് താളിച്ച് ഈ കഷ്ണം നിങ്ങളിങ്ങനെ കുത്തി ഉടക്കില്ലേ, അങ്ങനെ ഇത് എല്ലാവർക്കും പല്ലുള്ളവരല്ലേ. പല്ലില്ലാത്തവർ കുറച്ച് കൊടുത്തോളൂ കേട്ടോ. അല്ലാത്തൊരു പല്ലൊക്കെ ഇല്ലേ കടിച്ചിട്ട് ഇത് കഴിച്ചൂടെ. അല്ല ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കൺഫ്യൂഷൻ ആയതേ. എന്ത് ഭംഗിയാ നോക്കി വരുമ്പോ ഞാൻ വീണ്ടും ക്യാമറ ഞാൻ അത്ര നേരം കണ്ടിട്ട് കാണാത്ത എന്ത് ഭംഗിയാണ് ഇപ്പൊ പെട്ടെന്ന് കണ്ടു പറഞ്ഞിട്ട്. അങ്ങനെ പറയരുത് കേട്ടോ. എന്നിട്ട് ചൂടുള്ള കഞ്ഞി, നല്ലോണം വെന്ത നല്ല മട്ടരി കഞ്ഞി, പിന്നെ ഇതും കടുമാങ്ങ അച്ചാറും ഒരു കൊണ്ടാട്ട മുളക് മതി, വേറെ ഒന്നും. സൂപ്പർ ആയിരിക്കും. ഓക്കെ. ശബ്ദം കേട്ട് പേടിച്ചു. അതെ, മാങ്ങ വീണതാണ് ഷീറ്റിന്റെ മുകളിൽ വീണ സൗണ്ടാണ്. ഷീറ്റിലേക്ക് വീഴുമ്പോ വരുന്ന ശബ്ദമാണ്. ഇവിടെ ഏതാണ്ട് മാങ്ങയുടെ സീസണിനൊക്കെ നല്ല വെടിക്കെട്ട് നടന്നുകൊണ്ടേ ഉണ്ടാവും. മാങ്ങ വീണുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് ഞാൻ പറയുന്നത് മട്ടാരി കഞ്ഞി, മൂന്നാമത്തെ ഭാഷ പറയണത് കൊണ്ടാട്ട മുളകോ അങ്ങനെയൊക്കെ കൂട്ടി വേണമെങ്കിൽ പപ്പടോ ഒക്കെ ആയിക്കോട്ടെ. അപ്പൊ ഒരു വിഭവസമൃദ്ധമായ ഒരു കഞ്ഞി. അപ്പൊ അത് കൂട്ടി നോക്കും. വേണമെങ്കിൽ കുറച്ച് മോര് ഒഴിച്ചോളൂ, തൈരൊക്കെ ഒഴിച്ചോളൂ കേട്ടോ. ബിരിയാണി ഇല്ലേ, ബിരിയാണി എന്തൊക്കെ പറയാ, കബാബോ ബിരിയാണിയോ ചില്ലി ചിക്കനോ ഇതൊന്നും കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതവിടെ വെച്ചിട്ട് ഇത് വെക്കി, എന്നിട്ട് അത് കഴിച്ചു വെക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കുമ്പോ ഇതാ നല്ലതെന്ന് തോന്നും. നിനക്ക് തോന്നില്ലേ, എനിക്ക് തോന്നും. അപ്പൊ ഓക്കെ, അങ്ങനെ ഒന്ന് നോക്കൂട്ടാ. ഞാനില്ലേ, ഞാനിപ്പുറത്ത് ബിരിയാണിന്റെ അടുത്തിരുന്നോളാ, അമ്മ നോക്കിയാ മതി. ഞാൻ അവരോടാ പറഞ്ഞു, അവരിൽ ചിലരൊക്കെ എന്നെ പോലെയാണ്. അത് 2 പാത്രത്തിൽ വെച്ചിട്ട് ആലോചിക്കണം ഇത് ഏത് കഴിക്കുന്നുള്ളത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പുറത്ത് ഫ്രൈഡ് റൈസ് ബിരിയാണി ഒക്കെ മാറ്റി വെക്കുക, അപ്പുറത്ത് കഞ്ഞി അമ്മ ഈ പറഞ്ഞ ചക്കയും കൂടി വെക്കുക. ഏതിലാണ് ആൾക്കാർ കൂടുതൽ ഉണ്ടാവുക? അതന്നെ 100-ൽ 10 പേര് അമ്മേനെ പോലെ ഉണ്ടാവും. അവരവിടെ ഇരിക്കുന്നുണ്ടാവും. അത്ര തന്നെ ഉള്ളൂ. ഇത് കൂട്ടി കഴിക്കാൻ വിളിക്കാമ. ഈ കഞ്ഞി അല്ല, ഈ കഞ്ഞി അംജാശ്വരെ തെരഞ്ഞെന്നെ നിങ്ങൾ വരും. ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും ബായ്. അവരും പറയണ്ടാവും ബായ് ഒന്ന് പൊക്കേന്ന്.